നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 ഏപ്രിൽ മാസം 1-ാം തീയതി, അതായത് 1201 മീനമാസം 18-ാം തീയതി ബുധവാരം. നാളെ ബുധനാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:28, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ 7 മണി കഴിഞ്ഞാൽ, കാലത്ത് 7 മണി കഴിഞ്ഞാൽ പിന്നെ പൗർണമി തിഥിയാകുന്നു. ചതുർദശി കഴിഞ്ഞ് പൗർണമി തിഥി. നല്ല ശുഭമായ ദിനമാണ് ബുധനാഴ്ചയാവുക, പൗർണമി തിഥിയാവുക. അതിനുമപ്പുറത്ത് നാളെ ഉത്തര നക്ഷത്രമാകുന്നു, അയ്യപ്പൻ്റെ നക്ഷത്രമാകുന്നു. നാളെ ഉത്തര നക്ഷത്രം പൂർണ്ണമായും കന്നിക്കൂറാകുന്നു, കന്നിരാശിയാകുന്നു. ഉത്തരം ഒരു ശുഭനക്ഷത്രമാണ്, ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. അങ്ങനെയുള്ള 9 നക്ഷത്രമുണ്ട് ഉത്തരത്രയത്തിൽപ്പെടുന്നത്. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. ഈ 9 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനെയാണ് നാം ഉത്രത്രയം എന്ന് പറയുന്നത്. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ ദിനമാണ്. ബുധനാഴ്ചത്തെ ഒരു ബുദ്ധിമുട്ട്, ഗർഭിണികളും സ്ത്രീകളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു ബുധനാഴ്ച. അവയെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ തന്നെ നാൽക്കാലികളെ, സ്ത്രീകൾ ഗർഭിണികളെ ഭർത്തൃഗൃഹത്തിൽ നിന്ന് കൂട്ടിവരാനും കൂട്ടിക്കൊണ്ടുപോകാനും ഒന്നും ബുധനാഴ്ച അഭിലഷണീയമല്ല. അപ്രകാരമാണ് വെള്ളിയാഴ്ചയും. ഉത്രത്തിനൊരു ചെറിയ ദോഷമുണ്ട്. കൃത്രികാ ഭാഗ്യ മൂലാശ്ച മകാചിത്രാച രേവതി ആദാതവ്യം ന ദാതവ്യം തശേഷം തു വിനശ്യതി. കാർത്തിക ഉത്രം. ഭാഗ്യമെന്നാൽ ഉത്ര നക്ഷത്രത്തിൻ്റെ സംസ്കൃത നാമധേയമാണ്. മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രങ്ങളാണ്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ, സാമ്പത്തികമായ വിനിമയത്തിനൊന്നും നാളത്തെ ദിനം അനുകൂലമല്ല എന്നറിയുക. തശേഷം തു വിനശ്യതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് ആചാര്യർ പറയുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല. എങ്കിലും മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ ദിനം വളരെ അനുകൂലമാണെന്ന് അറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 9:30 മുതൽ 10:30 വരെയുള്ള സമയം ഇടവൻ രാശിയാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണ്, സ്ഥിരരാശിയുമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.